നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ദ ഹെർമിറ്റ് കാർഡാണ്. ഇവിടെ ഒരു ലെസ് കോണ്ടാക്റ്റിലോട്ട് നിങ്ങളുടെ റിലേഷൻ പോയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ഈ റിലേഷനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടാതെ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഈ ഒരു റിലേഷനെ കുറിച്ച് അനലൈസ് ചെയ്തുകൊണ്ട്, അതായത് ഈ റിലേഷനിൽ ഇപ്പോഴെന്താ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ കംപ്ലീറ്റ്ലി ഒറ്റപ്പെട്ടു എന്നുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇത് എങ്ങനെയെങ്കിലും റെഡിയാക്കി എടുക്കണം. ഈ റിലേഷന്റെ ഈ ഒരു ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനെ നോർമൽ ചെയ്ത് എടുക്കണം, അല്ലെങ്കിൽ അത് സ്റ്റേബിൾ ആക്കി മാറ്റണം എന്നുള്ള ഒരു ചിന്തയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 4 ഓഫ് സോഴ്സ് എനർജിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം നഷ്ടപ്പെട്ട പോലെയാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. മറ്റുള്ളവരുമായിട്ടുള്ള കണക്ഷനും കോണ്ടാക്റ്റും അല്ലെങ്കിൽ പഴയ പോലെ എല്ലാവരുമായിട്ട് ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെട്ട ഒരു ഫീലിങ്സ് ആണ് ഇപ്പോൾ റിലേഷനിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് കാണിക്കുന്നത്. അതിന്റെ റീസൺ ഇവരുടെ ഈ ഒരു ലെസ് കോണ്ടാക്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എന്ന് കാണിക്കുന്നത്. അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കി വീക്കാക്കി കളഞ്ഞിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. 3 ഓഫ് കപ്സ് എനർജിയാണ്. ഈ റിലേഷനിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ നിർത്തിയ ഒരു തേർഡ് പേഴ്സൺ ആണ് ഈ റിലേഷനിൽ ഇങ്ങനെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോട്ട് ഈ റിലേഷൻ എത്തിക്കാൻ റീസൺ ആയത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസൻസ് അവർ വന്നതോടുകൂടിയാണ് ഈ റിലേഷൻ ഇങ്ങനെ നിങ്ങളിൽ നിന്ന് ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോട്ടൊക്കെ ഈ റിലേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൊളീഗ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം. അങ്ങനെ ഒരു പേഴ്സന്റെ എൻറ്ററിങ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കടന്നുവരവ് നിങ്ങളെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിച്ചു. ഈ റിലേഷനെ അങ്ങനെ ബാധിച്ചു എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എന്നാൽ ഇതിൽ ഇവർ തന്നെയാണോ അതിന്റെ റീസൺ എന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടാത്ത ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത് എന്നാണ് കാണിക്കുന്നത്. പേജ് ഓഫ് വാൻസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്നതായിട്ടാണ്, അതിനുവേണ്ടി ഒരു ആക്ഷൻ ഇടുന്നതായിട്ടാണ്. അതായത് അവരുടെ ഭാഗത്തു നിന്ന് ഒരു മെസ്സേജോ കോളോ ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് ഈ റിലേഷനിൽ ഇപ്പോൾ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എൻഡ് ആവുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് വരും എന്ന് കാണിക്കുന്നുണ്ട്. 7 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. നിങ്ങൾ ഈ റിലേഷന് വേണ്ടി ഇട്ടിട്ടുള്ള എഫേർട്ട് ഒന്നും അതിൽ ഒരു ഗ്രോത്ത് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ റിലേഷൻ ഒരു സ്റ്റെക്കായി നിൽക്കുന്നു, ഒരു ഗ്രോത്തിലോട്ട് ഈ റിലേഷൻ വരുന്നില്ല എന്നുള്ള വിഷമം നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഈ റിലേഷൻ ഇങ്ങനെ സ്റ്റെക്കായി പോയിട്ടുണ്ട്, ഇതിലൊരു ഗ്രോത്ത് കാണുന്നില്ല, ഇതിൽ ഒരു ആക്ഷൻ ഇനി ആളുടെ ഭാഗത്തു നിന്ന് തന്നെ വേണം, എന്നാൽ ഈ റിലേഷൻ സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ആളൊരു ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ ആളൊരു മെസ്സേജ് ചെയ്യുക, കോൾ ചെയ്യുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് വന്നതായിട്ടാണ് കാണുന്നത്. ദ മൂൺ കാർഡാണ്. അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ ഓർമ്മകളും അവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഓർമ്മകളെ എന്ന് കാണിക്കുന്നത്. നിങ്ങളുമായിട്ട് എത്രത്തോളം ഡീപ്പായിട്ട് കണക്റ്റഡ് ആയിരുന്നു, നിങ്ങളുമായിട്ട് എത്രമാത്രം നല്ല നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവെച്ചത്, ആ രീതിയിൽ നിങ്ങളോട് കണക്റ്റഡ് ആയിരുന്ന നിങ്ങളൊത്ത് അവർ സ്പെൻഡ് ചെയ്ത ഓരോ മൊമെന്റ്സും അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഈ റിലേഷനിലോട്ട് തിരിച്ചു വരണം എന്നുള്ള ഒരു ടെൻഡൻസിയിൽ അവർ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് അവരിൽ നിന്ന് എന്തോ അവർക്ക് നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നു എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ ഇനിയും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഇല്ലാണ്ടായാൽ ഈ റിലേഷൻ
തന്നെ അവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടിയിൽ അവർ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ടെമ്പറൻസ് ആണ് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ബാലൻസ് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇതുവരെ ഒരു ഇംബാലൻസ്ഡ് ആയിട്ട് ഒരു നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട് ആ രീതിയിലായിരുന്നു ഈ റിലേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ അതിലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാലൻസ്, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷനായിട്ട് ഈ റിലേഷൻ മാറാൻ വേണ്ടി പോകുന്നു. രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് ഇട്ട് രണ്ടുപേരുടെ ഭാഗത്തുനിന്ന്, അതായത് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്നായാലും നിങ്ങളുടെ ഭാഗത്തുനിന്നായാലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് ഇടുക, രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് ഈ റിലേഷനിൽ നല്ലൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവുക, ആ രീതിയിൽ ഈ റിലേഷൻ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ആ രീതിയിൽ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. 6 ഓഫ് സോഡ്സ് എനർജിയാണ്. ഈ റിലേഷനിൽ നിന്ന് നിങ്ങൾ മടുത്ത് മൂവ് ഓൺ ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് മാറിയതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിങ്ങൾ ഇടുന്ന എഫേർട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രമാത്രം ഈ റിലേഷന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ റിലേഷൻ നിങ്ങൾ വേണം എന്നുള്ള രീതിയിൽ ഇതിനു വേണ്ടി സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ സമയം നിങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊരു മാറ്റം വരാത്തതിൽ നിങ്ങൾ വിഷമിച്ച് ഈ റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ വീണ്ടും ഇത് കണ്ടോ, വീണ്ടും നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാവോ, അവരുടെ ഭാഗത്തുനിന്ന് കോളോ മെസ്സേജോ എന്തെങ്കിലും വരുമോ എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ ആ പ്രതീക്ഷ കൈവിടാതെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഇതിലൊരു ബാലൻസ് വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. ദ എംപ്രസ് കാർഡാണ്. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോ നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങൾ കുറച്ചുകൂടി ഗ്രോത്തിലോട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഒരു റെസ്പെക്ട് ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവർക്കൊരു നിങ്ങളോടുള്ള റെസ്പെക്ട്, സ്നേഹം അതൊക്കെ കൂടുതൽ നിങ്ങളോടുള്ള ആ ഒരു കണക്ഷനും സ്നേഹവും ഒക്കെ കൂടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവര് ഈ റിലേഷൻ ഒരിക്കലും ഇനി നഷ്ടപ്പെടുത്തി കൂടാ എന്നുള്ള ഒരു ചിന്തയിൽ നിങ്ങളിലേക്ക് വരാൻ തീരുമാനിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ആ ഒരു നിങ്ങൾക്കൊരു മെസ്സേജോ കോളോ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ കണക്ട് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ അവർ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു ചേഞ്ച് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് വരാൻ വേണ്ടി പോകുന്നു എന്നാണ് കാണിക്കുന്നത്. നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. സ്ലീപ്ലെസ് എന്നാണ് കാണിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്ന എനർജിയിലാണെന്നുള്ളത്. അവർക്കിപ്പോൾ ഉറക്കം പോലും നഷ്ടപ്പെട്ട ഫീലിങ്സിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളും അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. പാഷൻ എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളോടുള്ള ഒരു പാഷൻ, നിങ്ങളോടുള്ള ഒരു സ്നേഹം, ഒരു അട്രാക്ഷൻ അതൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് അവരുടെ മനസ്സിലുണ്ട് എന്നാണ് കാണിക്കുന്നത്. ആ ഒരു പാഷൻ, നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം, പാഷൻ അതൊന്നും അവരുടെ മനസ്സിൽ നിന്ന് ഇതുവരെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അവർക്ക് ഇപ്പോഴും ആ ഒരു പാഷൻ നിങ്ങളോട് ഫീൽ ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. പ്രോമിസ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ റിലേഷനിൽ നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും എന്നുള്ള ആ ഒരു പ്രോമിസ് അവരിങ്ങനെ കുത്തി നോവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അവരെ ഡിസ്റ്റർബ് ചെയ്യിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അവർക്ക് ആ ഒരു കുറ്റബോധം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷനിലോട്ട് തിരിച്ചു വരണം, നിങ്ങളെ ഇനിയും വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് അവർ ചേഞ്ച് ആയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. സൈലൻസ് എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു സൈലന്റ് ആയിരിക്കുന്ന സിറ്റുവേഷൻ ആണ്. പക്ഷെ അവർ ആ സൈലൻസ് കീപ്പ് ചെയ്യുന്നത് ഈ റിലേഷനിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഈ റിലേഷനിൽ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു സൈലൻസ് ആണിത്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു സൈലൻസ് ആണിത് എന്നാണ് കാണിക്കുന്നത്. അവരൊരു പ്ലാനിങ്ങിലാണ് ഈ റിലേഷൻ ഓക്കെ ആക്കി കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു തേർഡ് പേഴ്സന്റെ ഇൻവോൾവ്മെന്റ് ഈ റിലേഷനിലുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റഡ് ആയത് എന്ന് അവർ മനസ്സിലാക്കി എടുക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് കാണിക്കുന്നുണ്ട്. തേർഡ് പേഴ്സന്റെ ഇൻവോൾവ്മെന്റ് ഈ റിലേഷനെ നെഗറ്റീവായിട്ട് ബാധിച്ചോ എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു എന്നാണ് കാണിക്കുന്നത്. നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം.
ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ചേഞ്ച് വരും എന്നാണ് കാണിക്കുന്നത്. ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റം വരും, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മുന്നോട്ടുണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ റിലേഷനിൽ ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ റീസൺ ആണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു തേർഡ് പേഴ്സന്റെ കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ആളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പറയുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് ആണോ, അതാണോ ഈ ഒരു റിലേഷനിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നതിന് കാരണം, അതോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് മറ്റെന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക, സ്വയം അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ റിലേഷനിൽ പോസിറ്റീവ് ആയിട്ടുള്ള മറ്റൊരു ഡയറക്ഷൻ നിങ്ങൾ ചേഞ്ച് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ പോകുന്ന ആ ഒരു ഡയറക്ഷൻ മാറ്റി ഒരു ന്യൂ ഡയറക്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ ജെ 1996 ഏപ്രിൽ, ജനുവരി, മാർച്ച്, ജൂലൈ, 1998, 1995, 1999, letter F, letter W, ചോതി, കാർത്തിക, അവിട്ടം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.